അപ്പോൾ ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇന്നത്തേന്ന് പറഞ്ഞാൽ ട്രാം റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ട്രാം സ്റ്റേഷനിൽ വന്നേക്കുവാണ്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അഡൽട്സിന് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. ടോപ്പ് 10 മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ ഓപ്പോസിറ്റ് കാണുന്ന ക്രൈസ്റ്റ് ചർച്ച് അട്രാക്ഷനിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ട്രാമിന് വേണ്ടി മാത്രമുള്ള ടിക്കറ്റാണ് എടുത്തത്. 2 പേർ കൂടെ ആഫ്റ്റർ ഡിസ്കൗണ്ട് 72, വിത്തൗട്ട് ഡിസ്കൗണ്ട് 80 ആണ് 2 പേർ കൂടെ. കഴിഞ്ഞു. 50 മിനിറ്റ്സ് ജേർണി ആണെന്ന് തോന്നുന്നു. ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇങ്ങനെ ഇതൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നല്ല രസമുണ്ട് അതിനകത്ത് നിൽക്കാനായിട്ട്. ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ട്രാമിനകത്ത് കയറിയിട്ട് എന്താണ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. ട്രാം ഓടിക്കുന്ന ആളെ പണ്ടൊക്കെ മോട്ടോർമാൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതാണ് പണ്ടത്തെ പേര്. ഇപ്പം ട്രാം ഓപ്പറേറ്റർ, ട്രാം ഡ്രൈവർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ മോട്ടോർമാൻ എന്ന് പറയുന്നത് ഇത്തിരി പ്രായമുള്ള ഒരാളാണ് കേട്ടോ. നല്ല കശേന്ന് ഇംഗ്ലീഷ് പറയുന്ന ആളാണ്. അയാൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട് കേട്ടോ. ഇടത്ത് വശത്തുള്ള പടം, വലത്ത് വശത്തുള്ള പടം, ഇതിപ്പോൾ അന്റാർട്ടിക്ക പടത്തിനെ പറ്റി ഇതാരാണ് വരച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പം ട്രാമിൽ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇത് റിവർ സൈഡ് മാർക്കറ്റാണ്. ഇവിടെ വന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്നത്. ഇതാണ് ഷീ എന്ന് പറയുന്നതാണ്. നല്ലൊരു സ്പോട്ടാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ട് അത്യാവശ്യം കുറച്ച് ക്വയറ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് കിട്ടാം. ഞങ്ങൾ ഒരു 3 കോൾഡ് ചോക്ലേറ്റ് ആണ് പറഞ്ഞേക്കുന്നത് വിത്ത് വിപ്പ് ക്രീം. ഹോട്ടും കോൾഡും ഉണ്ട്. രണ്ടും സെയിം റെസിപ്പിയാണ്. തണുപ്പും ചൂടും ഡിഫറൻസേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ അവാർഡ് വിന്നിംഗ് എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് റിവർ സൈഡ് മാർക്കറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കി നോക്കാം. ഭയങ്കര എസ്തെറ്റിക്സ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, ഒരു നമ്മൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന പോലെ എന്തൊക്കെയോ ഒരു ഭംഗി. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ ക്രൈസ്റ്റ് ചർച്ച് സിറ്റി ചുറ്റിക്കറങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ട്രാം തന്നെയാണ്. നമുക്ക് ട്രാമിൽ ഒരു ദിവസത്തെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ദിവസത്തേക്ക് വാലിഡ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി കറങ്ങി വീണ്ടും തിരിച്ച് ട്രാം സ്റ്റേഷനിൽ വന്ന് ട്രാം കയറി അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങി അവിടെ കറങ്ങി അങ്ങനെ പോകാൻ പറ്റും. ഞങ്ങൾക്ക് ഇത് അധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അന്നത്തെ ദിവസം മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരത്തെ ഇറങ്ങി ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചെയ്യൂ കേട്ടോ. രാവിലെ ഇറങ്ങി ഓരോരോ സ്ഥലത്തായിട്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് കയറാനുണ്ട്. ഒരു എർത്ത്ക്വേക്കിൻ്റെ മ്യൂസിയം ഉണ്ട്, അല്ലാതെ ആർട്ട് ഗാലറി, അത് ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു.
ഇപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ അവിടെ സൈക്ലിസ്റ്റിനും പെഡസ്ട്രിയൻസിനും പിന്നെ ട്രാമിനും മാത്രമേ ആക്സസ് ഉള്ളൂ. അപ്പോൾ അത് അവിടെ ആ ബീം വെച്ച് അത് ലോക്ക് ചെയ്തേക്കുവാണ് വേറെ വെഹിക്കിൾസ് ഒന്നും കയറാതിരിക്കാൻ. പക്ഷേ കറക്റ്റ് ട്രാം അവിടെ എത്താറാകുമ്പോഴത്തേക്കും ആ നടുക്കലത്തെ 2-3 ബീം താഴോട്ട് തന്നെ താഴെ പോകും. എന്തോ ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ കറക്റ്റ് ടൈമിൽ ആ ചേച്ചി കയറി നടുക്ക് നിന്നു. അതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് വ്യൂ കിട്ടിയില്ല. എങ്കിലും ഇടയിൽ കൂടെ ഒരു ബീം താഴെ പോകുന്ന കാണാം. കണ്ടോ, അത് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ട്രാം. അപ്പം ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. അപ്പം മറക്കണ്ട, ട്രാം വെച്ച് നമുക്ക് സിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളിയാണ്.